കേരളീയ സമൂഹം. രാജീവ് ചന്ദ്രശേഖർ ഒരു BJP കാരനൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. കേരളത്തിലെ പല ഘട്ടങ്ങളിലും വി ഡി സതീശൻ്റെ നിലപാട് ആശങ്ക ഉണ്ടാകുന്നതിൽ സംശയത്തിന് അവസരമുണ്ടാക്കുന്നതായിട്ട് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ആശങ്ക ശരിയാണ് എന്ന് ഈ അദ്ദേഹം മുഖ്യമന്ത്രിയായ 1-ാം നാൾ തൊട്ട് നമുക്ക് ബോധ്യമാവുകയാണ്. നമുക്കിന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് SDP സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ SDP നയങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടി തിരഞ്ഞെടുപ്പിലെടുത്ത തീരുമാനങ്ങളിലെ പുതിയ അഭിപ്രായങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ കയറി. ഈ സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നൊരു പാർട്ടിയാണ് SDP. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് SDP സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? SDP തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് SDP നല്ല ഒരു മാധ്യമ അറ്റൻഷൻ കിട്ടിയ സത്യമാണ്. അത് അവിതർക്കിതമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് SDP എടുത്ത നിലപാടുകളായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ UDF അന്ധമായി പിന്തുണക്കാൻ പാർട്ടി തീരുമാനിച്ചില്ല. അതിനു മുമ്പ് നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടി UDF പിന്തുണച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിരുപാധികമായി UDF പിന്തുണച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കേരള സംസ്ഥാനം ഭരിക്കാനുള്ള മാൻഡേറ്റ് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണക്കുന്നില്ല അല്ലെങ്കിൽ UDF പിന്തുണക്കും എന്ന് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാടിലാണ് അന്ന് ഏറ്റവും ചർച്ച വന്നത്. വളരെ ഏകപക്ഷീയമായി SDP UDF പിന്തുണക്കേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. അപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് പലരും പ്രതീക്ഷിച്ചിരുന്നു UDF പിന്തുണക്കുമെന്ന്. UDF തന്നെയും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹം പക്ഷേ പ്രതീക്ഷിച്ചിരിക്കാം. അവിടെയാണ് നമ്മൾ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, UDF അന്ധമായി പിന്തുണക്കേണ്ടതില്ല എന്നതായിരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ നമ്മളുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരാഴ്ചയിലധികമായിട്ടുള്ള വലിയ തർക്കങ്ങളും കാര്യങ്ങളുമാണ് നീണ്ടുപോയത്. ഈ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയായിട്ട് ഒരിക്കലും വി ഡി സതീശൻ വരരുത് എന്നുള്ള രീതിയിൽ ആശങ്ക അറിയിക്കുന്നൊരു അവസ്ഥ SDP ഭാഗത്തു നിന്നുണ്ടായതായിട്ട് അറിയുന്നുണ്ട്. അത്തരം ഒരു ആശങ്ക എന്തുകൊണ്ടാണ് പാർട്ടി എടുക്കാൻ കാരണം? അത്തരം ഒരു ആശങ്കക്ക് അടിസ്ഥാനമുണ്ടോ? അത് അങ്ങനെ വി ഡി സതീശൻ ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുത് എന്നും SDP നിലപാടെടുത്തിട്ടില്ല. അത് പറഞ്ഞത് ശരിയല്ല. പക്ഷെ നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, അത് വസ്തുതയുമാണ്. എന്തുകൊണ്ട് ആശങ്ക പ്രകടിപ്പിച്ചെന്ന് ചോദിച്ചാൽ, SDP രാഷ്ട്രീയ നിലപാടുകളിൽ ഏറ്റവും പ്രസ്താവ്യമായ അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന നയമാണ്, അല്ലെങ്കിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന പാർട്ടിയുടെ നിലപാടാണ് BJPക്കെതിരെയുള്ള അതിൻ്റെ ശക്തമായൊരു സ്റ്റാൻഡ്. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരുന്നതും അവരധികാരത്തിൽ തുടരുന്നതും ഇന്ത്യയിൽ ഒരു സാമൂഹ്യ നീതി നിലനിൽക്കുന്ന സാഹചര്യം ഇല്ലാതാവുമെന്ന ഉറച്ച വിശ്വാസവും അതോടൊപ്പം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതിനിധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവും, അത് ഒരു കേവലം നമ്മുടെ ഒരു അറിവല്ല, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് തന്നെ നമുക്ക് ഈ ഇന്ത്യ രാജ്യത്തിലെ സകലമായ ആളുകൾക്കും ബോധ്യമായതുമാണ്. സാമൂഹ്യ ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലക്ക് സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയും തുല്യനീതിയുമാണ്. ഈ തുല്യനീതി നിഷേധിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ
കേരളത്തിലെ പല ഘട്ടങ്ങളിലും വി ഡി സതീശൻ്റെ നിലപാട് ആശങ്ക ഉണ്ടാകുന്നതിൽ സംശയത്തിൻ്റെ അവസരം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള തിരഞ്ഞെടുപ്പിൽ BJP മാറ്റി നിർത്താൻ വേണ്ടി STP ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പരാജയപ്പെടുത്തുകയും കോൺഗ്രസ്സുകാരനെ കൊണ്ട് രാജിവെപ്പിച്ച് അത് BJPക്കാരൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു നിലപാട് വി ഡി സതീശനെ കൊണ്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് നമുക്ക് ഈ കേരളത്തിൽ ഇനിയും ആവർത്തിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. ആശങ്കയാണ് പങ്കുവച്ചത്. ആ ആശങ്ക ശരിയാണ് എന്ന് ഈ അദ്ദേഹം മുഖ്യമന്ത്രിയായ ഒന്നാം നാൾ തൊട്ട് നമുക്ക് ബോധ്യമാവുകയാണ്. സമൂഹം രാജീവ് ചന്ദ്രശേഖർ ഒരു BJPക്കാരനൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ നിയമസഭയിൽ എത്തേണ്ടതെന്ന് തുറന്നു പറഞ്ഞാലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ബിസിനസ്സുകാരൻ MA യൂസഫ് അലിയും അതുപോലെ രവി പിള്ളയും അതുപോലെ കൊച്ചേസഫ് ചില്ലപ്പള്ളിയും കേരളത്തിലെ വലിയ ബിസിനസ്സുകാരാണല്ലോ. അങ്ങനെയാണെങ്കിൽ രവി പിള്ളയെയോ കൊച്ചേസഫ് ചില്ലപ്പള്ളിയെയോ അതല്ലെങ്കിൽ യൂസഫ് അലിയെയാണ് നിയമസഭയിൽ എത്തിക്കേണ്ടത്. നമ്മുടെ പ്രസിഡന്റ് എന്താ വെച്ചാൽ അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച് വിജയിച്ചിടത്താണ് ഈ 7000 വോട്ട് കോൺഗ്രസിന് കുറയുന്നത്. വ്യക്തമായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അത്തരം സൂചനകൾക്ക് അവസരം കൊടുക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായിട്ട് അതിന് വി ഡി സതീശൻ വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരും ജനാധിപത്യ പാർട്ടിയാണ്. BJP ഒരു ജനാധിപത്യ പാർട്ടി എന്നതിൽ അപ്പുറത്തേക്ക് ഒരു ഫാസിസ്റ്റ് ശക്തിയാണ് എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ നിലപാടാണ്. ആ നിലപാടിന് വിരുദ്ധമായാണ് വി ഡി സതീശൻ പറയുന്നത്.